ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ ഏതായാലും നിൽക്കുന്നത് നമ്മുടെ കോട്ടക്കലങ്ങാടിയിലാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ബട്ടൺ ഹൗസ്. അവിടെ നിന്നാണ് ഞാൻ ഈ മെറ്റീരിയൽസ് മേടിക്കണം. 1-2 കട കയറിയതിന് ശേഷമാണ് നമ്മുടെ പാസരത്തിൻ്റെ കിലുക്കം കിട്ടിയത്. ആകെ 2 കിലുക്കത്തിന് വേണ്ടിയിട്ടായാലും 2-3 കട കയറി ഇറങ്ങിയിട്ടാ. അങ്ങനെ സാധനമൊക്കെ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. പുതിയ കുറേ കച്ചവടക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ വന്നിട്ട് കുറേ ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എനിക്കിങ്ങനെ മെഡിക്കൽ കണ്ടീഷനൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടോ കോട്ടയ്ക്ക് അങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കച്ചവടം തുടങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ പാചകത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഈ കിൽക്കെന്ന് ഉദ്ദേശിച്ചത്. ആകെ ഈ 2 സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പടിച്ച് വന്നത് ഗൈസ്. വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാം, ഞാൻ ഡ്രോയിങ് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ഞാൻ ജ്വല്ലറി ബിസിനസ്സും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ കരിമണിമാല പോലെ തന്നെയാണ് അതിൻ്റെ തന്നെ പാസരം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മെറ്റീരിയലും ഉണ്ട്, പക്ഷേ നമുക്ക് കിൽക്കം മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏതായാലും മേടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ പുതിയ കടയൊക്കെ ഓപ്പൺ ആക്കിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് വെയിറ്റ് ആക്കേണ്ട സമയമൊന്നുമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും വിശക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ തന്നെ പെട്ടെന്ന് തന്നെ പോയി എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതെല്ലാം വെള്ളം കുപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മളെ പുതിയ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ കുറ്റിപ്പുറത്തേക്ക് പോകാമെന്നാണ്. പക്ഷേ ബസ് അവിടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഗൈസ്. ഞാനപ്പോൾ അടുത്തുള്ളൊരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ വളാഞ്ചേരി പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറി അങ്ങനെ പോകേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പോവല്ല കേട്ടോ, നമ്മൾ അന്നച്ചേച്ചിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അവനും പറഞ്ഞു പെട്രോൾ അടിച്ച് തരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയതാണ് കേട്ടോ. നമ്മുടെ തന്നെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് വലിയ സേഫ്റ്റി വേണം. അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും ചെയ്യാമല്ലോ. ഏതായാലും ബസ്സിലൊക്കെ പോയി വരുമ്പോൾ ഏകദേശം അന്നച്ചേച്ചി പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ നമ്മൾ കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ഇടയായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു തലകറക്കം, ഭയങ്കര ഒരു ക്ഷീണമൊക്കെയാണ്. ബ്ലഡിൻ്റെ കൗണ്ട് കുറവാണെന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി നല്ല വെയിലും കൂടി അടിച്ചപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കാറില്ല കേട്ടോ. മാക്സിമം ഞാൻ പുറത്തിറങ്ങാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ മടി പിടിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ക്ഷീണമായി പോകും കേട്ടോ. നമ്മൾ വന്ന് തിരുനാവായൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്നത് തിരുനാവായ ക്ഷേത്രമാണ്. നമുക്ക് അങ്ങോട്ടല്ല, ഇത് ഇങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് ഏത് പുഴയാണെന്ന് മനസ്സിലായോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിക്ക് വന്നാലുള്ളൊരു ഗുണം. കാരണം ബസ്സിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. ഏതായാലും നമുക്ക് വണ്ടിയിൽ വന്നാൽ നന്നായും തോന്നി. കാരണം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. നമ്മളങ്ങനെ കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടു ജസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. സംഭവം ഫോണിലൂടെ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ. കാരണം ആ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു പൊന്തക്കാടും ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ആ പുല്ലിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അന്നച്ചേച്ചിനെ മിസ്സാക്കാൻ പാടില്ല. അത് കാരണം നമ്മൾ നേരെ തന്നെ പോയിട്ടോ. വേഗം തന്നെ അവിടെ നിന്ന് സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഉള്ളവനാണെങ്കിൽ പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പ്രഷർ എടുത്തില്ല കേട്ടോ. അവൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോയാൽ മതി എന്ന് വിചാരിച്ച്. കാരണം വയ്യാണ്ടിരിക്കണ ഒരാളെ പിടിച്ചിട്ട് നമ്മൾ വേഗം തന്നെ വണ്ടി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെൻഷനാക്കി വേറെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. ഒന്നാമത്തെ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. ഏകദേശം ഒരു 10 മിനിറ്റുള്ളിൽ നമ്മൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഏതായാലും ഏകദേശം എത്തിച്ചേരാറായിട്ടുണ്ട്. നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ. വന്നതിന് ശേഷമാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാനൊന്നും പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നീലെന്ന് പറയുന്നൊരു ഫ്രണ്ട് ഉണ്ട്, ആളെ ആയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാത്തതുകൊണ്ട് നമുക്ക് അത്രയും പരിചയം വന്നില്ല. പിന്നെ എനിക്ക് അത്രയും ഫോക്കസ്ഡ് കാര്യങ്ങളല്ലായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്, അയ്യോ ഈ സ്ഥലം ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണെന്നുള്ളത് എനിക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നിള പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലൊക്കേഷൻ അടിച്ചിട്ട് വന്നത്. പക്ഷേ നിളയോരം നിളപ്പാർക്കും രണ്ടും ഒന്നാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഗൈസ് ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഗൈസ്. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പം നീ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ? നമ്മളിവിടെ വന്നിട്ടേ തിരിച്ചു പോയി.
വണ്ടി പഠിക്കാനായിരുന്നു തോന്നുന്നത്. അപ്പോൾ നിഖിലായിട്ടായിരിക്കും. മനസ്സിലായോ? ചത്ത് ഇവിടെ വാട ടിക്കറ്റ് എടുക്കണ ബാ പോവാ ഇവിടെ വാടാ. അന്നേം കൊണ്ടൊരു വഴിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ആലോചിച്ചിട്ടാ. എന്റെ ടാർഗറ്റ് കഴിഞ്ഞ് നിങ്ങളിവിടെ കാണണം ലൊക്കേഷൻ. ഇത് ഞാനത് ഒറ്റയ്ക്ക് എടുക്കണ